ഇതാ ഞാൻ പറഞ്ഞത്, ഇന്ന് ഇനി പിരിവ് നടക്കില്ല. ഹലോ, ഇതെന്താ ഇവിടെ? ഇതാരാ ഇത്? എവിടെ ചെന്നാലും അവിടെ ഉണ്ടല്ലോ നിങ്ങള്. ഇതെന്താ ഇവിടെ? അല്ല, ഞാനിവിടെ ആശാനിവിടെ പിരിവിനായിട്ട്. പിരിവോ? എന്ത് പിരിവ്? അവന് പറഞ്ഞപ്പോ തെറ്റിയതാ. പിരിവല്ല, പരിചയം. എന്താന്ന് വെച്ചാലേ, എന്റെ ഒരു പഴയ ഫ്രണ്ടാ ഇവിടുത്തെ കുമാരമുതലാളി. ഇന്നിപ്പോ ഒന്ന് കണ്ട് പരിചയം പുതുക്കാൻ വേണ്ടി വന്നതാ. ഈ ടെക്സ്റ്റൈൽസിന്റെ ഓണറിന്റെ കാര്യമാണോ പറഞ്ഞത്? ആ, പിന്നല്ലാതെ ഈ വിശാലമായ കടയുടെ ഉടമസ്ഥൻ തന്നെ. ഈ കുമാരൻ മുതലാളിയുടെ മോനും ഞാനും ക്ലാസ്മേറ്റ്സ് ആണല്ലോ. അയ്യോ, അങ്ങനെയാണെങ്കിലേ ഞങ്ങക്ക് മാക്സിമം ഡിസ്കൗണ്ട് വാങ്ങിച്ചു തരാൻ പറ്റുമോ? എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ ഇറങ്ങിയതാ ഞങ്ങള്. കുഞ്ഞേച്ചിയുടെ കയ്യിലാണെങ്കിൽ നുള്ളി പറക്കിയെടുത്ത 2000 രൂപയുള്ളത്. തുണിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര വിലയും. അയ്യോ, പിന്നെന്താ, ഡിസ്കൗണ്ട് ഒന്നൊരു വിഷയമേ അല്ല. ഞാൻ ഏറ്റു ചീള് കേസ്. നിങ്ങൾ പോയിട്ടെ ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുക്ക്. ബില്ല് വരുമ്പോഴേ കയ്യിലുള്ളതിനകത്തേ വരുള്ളൂ. താങ്ക്സ്. വാ ചേച്ചി, നമുക്ക് ഡ്രസ് എടുക്കാം. വാ. അപ്പൊ ആശാനെ, ഇവിടുത്തെ കാര്യം ഗോപിയായല്ലേ? അതെ, നീ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട കേട്ടാ. അവരെത്ര രൂപയ്ക്ക് ഡ്രസ് എടുത്താൽ ഇവിടുത്തെ ബില്ല് 2000 രൂപയിൽ കൂടരുത്. മനസ്സിലായല്ലോ? മനസ്സിലായി. എന്നാ പിന്നെ ചെന്നോ, എന്നിട്ട് മാനേജറോട് പറ വിഷ്ണു പറഞ്ഞിട്ടാണെന്ന്. ശരി ശരി. ചെല്ലേ. ചേച്ചി, ഒന്ന് വരൂ. അതൊന്നും എടുക്കാവോ? എന്തോന്ന് ആശാനെ ഇത്? പബ്ലിക്കായിട്ട് പ്രതിമയെ പീഡിപ്പിക്കാൻ നോക്കുന്നു. ഇവിടൊക്കെ CCTV ഉള്ളതാ. പകത്തായെന്ന് ചോദിച്ചാ മതി. അല്ല, ഏട്ടത്തിയമ്മ എവിടെ പോയി? അവര് ഡ്രസ് നോക്കാൻ പോയില്ലേ? ഞാൻ നീവരം കാത്തുന്നതാ. ആശാനെ, ഇനി ഇങ്ങനെ ബൊമ്മയും കെട്ടിപ്പിടിച്ചോണ്ട് നിന്നാ മതിയോ നമുക്ക്? ഏട്ടത്തിയമ്മയോട് മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാ തുറന്നു പറയാത്തത് എന്താ? എടാ, അതിനൊരു സമയം സന്ദർഭവും ഒക്കെ നോക്കിയിട്ട്. എന്തോന്ന് സമയവും സന്ദർഭവും? ആശാനെ കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്ന് ഉറപ്പാ എനിക്ക്. അതുകൊണ്ട് പ്രതീകാത്മകമായിട്ട് ഒരു സംഗതി അങ്ങോട്ട് പരീക്ഷിച്ചാലോ? പ്രതീകാത്മകമായിട്ട് പറഞ്ഞു തരാം.
അതൊക്കെ ഉണ്ട്. ആശാൻ ഇങ്ങ് വാ. ഇങ്ങ് വാ. ഇങ്ങോട്ടടാ. ഇങ്ങ് വാന്നേ. നടക്ക ആശാനെ. എന്തോ അങ്ങോട്ട് വന്നേ. എന്താ എന്താ ദേ ആ ഇരിക്കുന്നത് എന്താണെന്ന് നോക്കി. അത് താജ്മഹൽ അല്ലേ ഇത്? അതെ ആശാനെ, താജ്മഹല്. നിത്യപ്രണയത്തിന്റെ ഉദാത്ത സ്മാരകമായിട്ട് നമ്മളൊക്കെ ആഘോഷിക്കുന്ന സാധനം. ഇതാണ് ആശാൻ ഏട്ടത്തിയമ്മയ്ക്ക് സമ്മാനിക്കുന്നതെങ്കിൽ വേറെ ഇനി ഒരു ലവ് ലെറ്ററിന്റെ ആവശ്യമില്ല. കാര്യം എന്താണെന്ന് ഏട്ടത്തിയമ്മയ്ക്ക് പിടികിട്ടിക്കോളും. അതെ, ആ താജ്മഹൽ ഒന്ന് എടുത്തോ നോക്കട്ടെ. താജ്മഹൽ, പ്രണയത്തിന്റെ നിത്യസ്മാരകം. ചേച്ചി നോക്കിയേ. ബാക്കി ഇതാ. ചേച്ചി ദേ ഈ ബില്ല് നോക്ക്. ഇത്രയും സാധനം വേറൊരു കടയിൽ പോയി വാങ്ങിച്ച 10,000 രൂപയെങ്കിലും ചാർജ് ചെയ്യും. പക്ഷെ ഇവിടെ ഇപ്പൊ 1000 താഴെ ആയിട്ടുള്ളൂ. അതല്ലേടി ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓരോ കടയിലും ആളുകളെ ആകർഷിക്കാൻ ഓരോ തരം ഡിസ്കൗണ്ടാ. ഇതിപ്പോ കട ഏതായാലും നമുക്ക് ഈ ഡിസ്കൗണ്ട് വാങ്ങിച്ചു തന്നത് ആ നിൽക്കുന്ന ആളല്ലേ ചേച്ചി. പകരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് മര്യാദ. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? അതിപ്പോ ദേ ആ താജ്മഹൽ നോക്കി നിൽക്കുന്ന കണ്ടില്ലേ, പുള്ളിക്കാരൻ അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. താജ്മഹലോ? എടി, അങ്ങനൊരു ഗിഫ്റ്റ് ശരിയാവത്തില്ല. ഈ താജ്മഹൽ ഒരു പ്രണയത്തിന്റെ സ്മാരകം. അങ്ങനൊരു ഗിഫ്റ്റ് കൊടുത്താ അയാള് തെറ്റിദ്ധരിച്ചേക്കും എനിക്ക് പ്രണയമാന്ന്. വി ആർ ഗുഡ് ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. അതിന് വേറെ കളർ കൊടുത്താൽ ശരിയാവില്ല. എന്ന് കരുതി ഒരു പ്രേമം പൊട്ടിമുളയ്ക്കുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതത്ര ബോറൻ ഏർപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ? അത് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടതല്ലേ ചേച്ചി. വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കൊടുക്കാൻ പറയുമായിരുന്നു. രാജനാണല്ലോ. ഹലോ. ഇപ്പൊ കൊടുക്കാം. രാജന ഇതൊന്നും പിടിച്ച ആ രാജ പറഞ്ഞോ? എന്ത് അങ്ങനെ പറഞ്ഞ? നീ ആ ഫോണൊന്നും കൊടുത്തേ, ഞാൻ സംസാരിക്കട്ടെ. ഇവനൊക്കെ പുളിച്ച ചിലത് കേട്ടാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ആ കൊടുക്ക്. എന്താടാ നിനക്ക്? പലിശ തരാൻ പറ്റില്ലെങ്കിലേ പഞ്ഞിക്കണം, ഞാൻ അങ്ങോട്ട് വരാം. അതെ, ആ താജ്മഹൽ ഇങ്ങെടുത്തെ. ഇതിനെത്ര വില? 799 മാഡം. കുറയില്ലേ? ഒരു 750 തരാം മാഡം, അതിനപ്പുറം കുറയില്ല. ശരി, പാക്ക് ചെയ്തോളൂ. ചേച്ചി ദേ ആ ഡ്രസ് നോക്കിയേ, കൊള്ളാല്ലേ? ഇതുപോലൊരു താജ്മഹൽ വേണമായിരുന്നു. സ്റ്റോക്കില്ല മാഡം. പിന്നെ ഈ ഇരിക്കുന്നത് എന്താ? ഇത് ആ മാഡം ഓർഡർ ചെയ്തതാ. ലാസ്റ്റ് പീസായിരുന്നു, വേറെ സ്റ്റോക്കില്ല.
കാശ് കയ്യിൽ ഒരുപാടുണ്ടെങ്കിലേ വല്ല അനാഥ കുഞ്ഞുങ്ങൾക്കും ഒരു നേരത്തെ അന്നം വാങ്ങിച്ചു കൊടുക്ക്. അല്ലെങ്കിൽ അമ്പലത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ കൊണ്ടുപോയിടാം. അനുഗ്രഹം കിട്ടുന്നു മാത്രമല്ല, അവിവേകങ്ങളെ ദൈവം പൊറുക്കുകയും ചെയ്തോളും. എന്താ ഇതിന്റെ വില? 799 മാഡം. ഐ വിൽ പേ യു 7000. ഈ പീസ് തന്നെ എനിക്ക് കിട്ടണം. നടക്കില്ല മാഡം. ഏഴായിരം അല്ല 7 കോടി കൊടുക്കാന്ന് പറഞ്ഞാലും ഇത് മാഡത്തിന് കിട്ടില്ല. കാരണം ഇത് വാങ്ങിയത് ശാലിനിയാ. സ്വന്തമാക്കിയത് വിട്ടുകൊടുക്കുന്ന ശീലം ഇല്ല എനിക്ക്, പ്രത്യേകിച്ചും സുസ്മിത കൊച്ചമ്മയ്ക്ക്. വഴക്ക് വേണ്ട. നിനക്കിതിനോട് ഇത്രയും പ്രിയമുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിട്ടുതരുമായിരുന്നു. പക്ഷേ പണം കൊണ്ട് എല്ലാം നേടാന്നുള്ളൊരു ധാഷ്ട്യമുണ്ടല്ലോ, ആ പത്തയ്ക്ക് ഇങ്ങനൊരടി കിട്ടുന്നത് നല്ലതാ. ഇയാളത് പാക്ക് ചെയ്ത് ബില്ലടിക്ക്, ഞങ്ങക്ക് പോണം. ശരി മാഡം. ആ രാജനോട്, ആ രാജ, അങ്ങനെയാണെങ്കിൽ കൊള്ളാം. ഒരു ചില്ലി തൊട്ടു പോലും കടവില്ലാതെ കാൽക്കിൽ വെച്ചോളാൻ പറ. അല്ലെങ്കിൽ വിഷ്ണു അങ്ങോട്ട് വരുവേ, വെറുതെ എന്റെ കൈ മെനക്കെടുത്തരുന്ന് പറഞ്ഞേക്ക്. ആശാനെ മതി മതി മതി. ശരി ശരി, വിളിച്ചേക്കണേ. ആ ഇത് ഇയാൾക്ക്. ഇതെന്താ? ഇതിരിക്കട്ടെ, ഞങ്ങക്ക് ഡിസ്കൗണ്ട് ഒക്കെ വാങ്ങിത്തന്ന ആളല്ലേ, ഒരു ചെറിയ ഗിഫ്റ്റ്, അത്രേ ഉള്ളൂ. താങ്ക് യു. അപ്പൊ കാണാം നമുക്ക്. ഹായ് വിഷ്ണുട്ടാ. ഇതെന്താ ഇവിടെ? ഞങ്ങള് ചുമ്മാ വന്നു. ആ, ഇതെന്താ എനിക്കുള്ള ഗിഫ്റ്റ് ആണോ? ഇത് നമ്മുടെ ദാസനെ ആർക്കു വേണ്ടി വാങ്ങിച്ചാ, നിനക്ക് കയറാൻ പറ്റില്ല. ആ ശരി. വിഷ്ണുട്ടൻ വീട്ടിലേക്കാണോ? ഞാനും ഉണ്ട് കൂടെ. ഞാൻ വണ്ടി എടുക്കാതെ വന്നേ. എന്റെ കൂടെ വരുന്നുണ്ട്. നീ വല്ല ടാക്സി വിളിച്ചു നോക്കോ. നീ വാടാ. ശാരദാമേ, ആരുമില്ലേ ഇവിടെ? ശാരദാമേ. എന്താ സാറേ ഇവിടെ? ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ആ വരാം. അതിനു മുമ്പ് ശാരദാമയോട് ഒരു കാര്യം സംസാരിക്കണമായിരുന്നു, അതിനുവേണ്ടിയാ വന്നേ. സാറോ? എന്താ സാറേ? എനിക്കൊരു കാര്യം സംസാരിക്കാൻ. അതിനെന്താ, സാറേ ഇരിക്കേ. ഇരിക്കണം സാറേ, ഇരിക്കും. നാളത്തേക്ക് കൊല ഓർഡർ ചെയ്യണം, ഇലയും കുറവാ. ശങ്കരേട്ടൻ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്, കാശ് കൊടുത്തു വിട്ടാ. നീ ആ ശാരിയോട് പോയി വാങ്ങിച്ചോ, അവൾ ആ മുറിയിലുണ്ട്. ആ ശരി. അല്ല, സാറിനെന്തോ വയ്യായികയാണെന്ന് പറഞ്ഞു കേട്ടു. ആ, ചെറിയൊരു പനിയും ചുമയും. അത് ഈ ഭക്ഷണം ശരിയാവഞ്ഞിട്ടാ. ശാരദാമ്മ മോളുടെ കയ്യിൽ ഭക്ഷണം കൊടുത്തു വിട്ടില്ലേ, അത് കഴിച്ചപ്പോ തുടങ്ങി നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്പോ ഏകദേശം ശരിയായി. ഇവിടുന്നാണല്ലോ ഭക്ഷണം. താങ്ക്സ്. ഒരു മകനോടുള്ള കരുതല് എന്നോട് കാണിച്ചതിന്. അല്ല, താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല,
അവളോടാ, ശാരിയോട്. അവള് പറഞ്ഞപ്പോഴാ സാറിന് സുഖമില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞത് തന്നെ. അല്ലെങ്കിലും അവളെപ്പോഴും സാറിന് ഒരാൾക്കുള്ള ഭക്ഷണം ഇവിടെ കരുതി വെക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെന്തിനാ സാറ് പുറത്തുപോയി കഴിച്ചത്? അത് പിന്നെ ചെറിയ ചമ്മലുള്ളതുകൊണ്ടാ. ചമ്മലോ? എന്തിന്? അന്ന് ഞാനിവിടെ ഒന്നൊരു കാര്യം ചോദിച്ചില്ലേ, ശാരദാമ്മ എന്നോട് മര്യാദ കാണിച്ചെങ്കിലും മുഖത്തടിച്ചു പോലൊരു മറുപടിയാ ശാലിനി പറഞ്ഞത്. അതിനുശേഷം സത്യം പറഞ്ഞ നിങ്ങളെയൊക്കെ ഫേസ് ചെയ്യാനുള്ളൊരു മടിയുണ്ട് എനിക്ക്. കാശ് കിട്ടി. ശാന്ത പോകുന്നുണ്ടോ ശങ്കരേട്ടന്റെ കൂടെ? ഇല്ല, കാശ് കൊടുക്കത്തേയുള്ളൂ. എന്നാ അത് മതി. ചെന്ന് കൊടുക്ക. ആ ശരി. അപ്പൊ സാറ് പറഞ്ഞു വന്നത്? ഞാനന്ന് വന്ന് ശാരിക എനിക്ക് തരുമെന്ന് ചോദിച്ചപ്പോ ആലോചിച്ചിട്ടൊരു മറുപടി പറയാന്നാ ശാരദാമ്മ പറഞ്ഞത്. പിന്നീടിപ്പോ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇപ്പോഴും അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. സാറേ അത് അല്ല, യെസ് ഓർ നോ, എന്തായാലും ശാരദാമ്മയ്ക്ക് തുറന്നു പറയാം. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടെന്ന് കരുതി അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇനിയിപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും കുടുംബം, ബന്ധുക്കൾ, സമൂഹം, സാഹചര്യങ്ങൾ ഇതൊക്കെ പലതല്ലേ. അതൊക്കെ ഉൾക്കൊണ്ട് ഈ പ്രപ്പോസലിൽ നിന്ന് പിന്മാറാനുള്ള ഒരു വിവേചന ബുദ്ധി എനിക്കുണ്ട്. സാറ് തെറ്റിദ്ധരിക്കരുത്. സാറിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരന്റെ ആലോചന എന്റെ മൂക്ക് വരികയെന്ന് പറഞ്ഞ അത് തന്നെ മഹാഭാഗ്യമാണ്. പക്ഷേ പൊന്നിന്റെയും പണത്തിന്റെയും കാര്യം ആലോചിച്ചാണെങ്കിൽ ശാരദാമ്മ വിഷമിക്കണ്ട. സ്ത്രീ തന്നെയാണ് ധനമെന്ന് കരുതുന്ന ആളാ ഞാൻ. പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചും ഏറെക്കുറെ ധാരണ എനിക്കുണ്ട്. വഴിവിട്ടു പോവില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാവാം എന്റെ ഇഷ്ടങ്ങൾക്ക് ഇതുവരെ എൻ്റെ അമ്മ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വശത്ത് എല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പിക്കാം. അതുമാത്രമല്ലല്ലോ സാറേ കാര്യം. ഒരു കല്യാണാലോചന എന്ന് പറഞ്ഞ ഇങ്ങനെയല്ലല്ലോ. അതിന് ചില നാട്ടു നടപ്പൊക്കെ ഇല്ലേ? സാറിന്റെ മനസ്സിലുള്ളത് സാറ് തുറന്നു പറഞ്ഞത് സന്തോഷം. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ആലോചന നടത്തേണ്ടത് വീട്ടുകാർ തമ്മിലല്ലേ? അപ്പോഴല്ലേ ആ ബന്ധത്തിന് ഒരു ഉറപ്പുള്ളൂ. ഓ, അത് ശരി. അപ്പോ എന്റെ അമ്മ വന്നാ മതിയോ ഇക്കാര്യം സംസാരിക്കാൻ? അമ്മയോ ചേട്ടനോ അമ്മാവനോ അങ്ങനെ വേണ്ടപ്പെട്ടവരാരെങ്കിലും. ഓക്കെ, സമ്മതിച്ചു. വേണ്ടപ്പെട്ടവരെ തന്നെ വരും. അപ്പോ ഇതൊരു വാക്കായിട്ട് എടുക്കാലോ എനിക്ക്? അങ്ങനെയല്ല. ഒരാലോചന വന്നു കഴിഞ്ഞാൽ പിന്നെ പരസ്പരം അന്വേഷിക്കാൻ പറ്റുമൊക്കെ വേണമല്ലോ സാറേ. സാറിന് വിശ്വാസം ഇല്ലാത്തോണ്ടല്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയിലാ ഞാൻ. എന്റെ അനുഭവം തന്നെ എനിക്കുള്ള പാഠം. ഒരാൺകുഞ്ഞ് ജനിച്ചില്ല എന്നുള്ള കുറ്റത്തിന് ഗോപാലേട്ടൻ എന്നെ വിട്ടുപോയത്. അല്ലെങ്കിലും അത് അങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നുള്ളൂ. രണ്ടാം ബന്ധത്തിനുള്ള ഒരു ന്യായം. ചക്കയോ മാങ്ങയോ ഒന്നും അല്ലാത്തതുകൊണ്ട് മനുഷ്യന്മാരുടെ ഉള്ളിൽ എന്താണെന്നറിയാൻ തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ചിലയിടത്ത് പയ്യൻ ശരിയായാലും വീട്ടുകാരുടെ ഭാഗത്തായിരിക്കും കുഴപ്പം. പാതിരാത്രി ഈ വീട്ടിൽ നിന്നിറങ്ങി ഒരു പെൺകൊച്ചിന്റെ പ്രസവം എടുക്കാൻ പോയിട്ടുണ്ട് ഞാൻ. പിറന്നു വീണത് പൊന്നിൻകുടം പോലൊരു പെൺകുഞ്ഞ്. പെണ്ണായതുകൊണ്ട് അതിനെയും കൊണ്ട് പടി കയറരുതെന്നാ ആ കുഞ്ഞിന്റെ അച്ഛന്റെ അമ്മ അവനോട് പറഞ്ഞത്. എന്റെ അനുഭവം അത് എന്റെ മക്കൾക്ക് ആർക്കും ഉണ്ടാവരുതെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഒരു ചെറിയ കരുതൽ, അത്രേ ഉള്ളൂ. ഏതായാലും സാറ് ഇരിക്കെ, ഞാനൊരു ചായ എടുക്കാം. ഇരിക്കെ സാറേ. ഒരമ്മയുടെ ന്യായമായ ആശങ്കകൾ തന്നെയാ ശാരദാമ്മയുടെ മനസ്സിലുള്ളത്. അതിന് ഞാൻ വില തരുന്നു. പക്ഷേ ഒരുറപ്പ് താൻ എനിക്ക് തരണം. പറ്റുമോ? ഉറപ്പോ? എന്തുറപ്പ്? എന്റെ ആലോചനയുടെ കാര്യത്തിൽ ഒരു തീർപ്പാവുന്നത് വരെ ഈ വീട്ടിൽ ശാരികയ്ക്ക് മറ്റൊരു ആലോചന ഉണ്ടാവരുത്. എന്നെ സങ്കടപ്പെടുത്തരുതെന്ന് സാരം. അതങ്ങനെ തന്നെ ആവട്ടെ, ഞാൻ സങ്കടപ്പെടുത്തില്ല. തീർച്ച.
അച്ഛാ